ബ്രിഗേഡിയർ മോഹനൻ പിള്ള കൂടി ചേരുന്നുണ്ട്. സർ, നിലവിലെ ഒരു സാഹചര്യം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടരെ അക്രമം ഉണ്ടാകുകയാണ്. ഇന്ത്യ ഇതിനെ പ്രതിരോധിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അധികൃതർ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആർമിയുടെ വാർത്താ സമ്മേളനമാണ് ഉണ്ടാകുന്നത്. എന്തായിരിക്കാം ചിലപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ പറയാം? ഒരു യുദ്ധ പ്രഖ്യാപനത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുമോ? നമ്മളുടെ അയൽരാജ്യം എല്ലാ സീമകളും ലംഘിക്കുന്നു, പറയുന്നതിന്റെ ഒന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്ന് എന്നുള്ള രീതിയിൽ ഒരു കാരണവശാലും നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളെ തള്ളിവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. പ്രകോപനത്തിന്റെ എല്ലാ സീമകളും ലംഘിച്ചു കഴിഞ്ഞു. നമുക്കും ഡാമേജസ് കാര്യമായി വരുത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട്, ചെറിയതായിട്ടെങ്കിലും. പക്ഷെ അവർക്കും ഹെവി ഡാമേജസ് ആണ് വരുന്നത്. അവരുടേതായിട്ടുള്ള വീക്ക്നെസ്സുകളും അവരുടേതായിട്ടുള്ള കവറപ്പ് ചെയ്യുകയും അത് പുറം ലോകത്തെ അറിയിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അവർക്ക് തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടം വരാൻ പോകുന്നത്. ജനരോഷം അത്യുഗ്രമായ രീതിയിൽ ഇപ്പോൾ തന്നെ ജനരോഷം നല്ല രീതിയിൽ ആ രാജ്യത്തുണ്ട്. അപ്പോൾ ഇനിയും ജനരോഷം കൂടുതലാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യേണ്ട ജോലികൾ വളരെ ഈസി ആയിട്ട് വരും എന്നാണ് നമുക്ക് കാണേണ്ടത്. പക്ഷെ ഇന്ന് എന്തു തന്നെയാണെങ്കിലും ഒരുപക്ഷെ നമുക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്ന കാര്യങ്ങൾ വന്നതുകൊണ്ട് അതിന് വേണ്ടിയുള്ള വളരെ ശക്തമായ രീതിയിൽ ഉള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു സന്ദേശമായിരിക്കും അവർക്ക് അല്ലെങ്കിൽ ലോക സമൂഹത്തിന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനിയും ഇത് ഈ നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിന് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായേ പറ്റൂ എന്നുള്ള രീതിയിലായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രകോപനങ്ങൾ ത്രൂ ഔട്ട് ദ നൈറ്റ് ഉണ്ടായിട്ടുണ്ട്, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇതിന് എനിക്ക് തോന്നുന്നത് കാര്യം നല്ല രീതിയിൽ ഒരു സന്ദേശം എന്താണ് എന്നുള്ളത് വളരെ ഹെവി ഡോസിൽ തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അവിടെ സംബന്ധിച്ചിടത്തോളം നിസ്സഹായരായിട്ടുള്ള ആൾക്കാരാണ് രണ്ട് സൈഡിലും അഫക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പം അതിനൊരു തീരുമാനം എടുത്തേ തീരൂ എന്നുള്ള ഒരു നിലയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനിയും ടോളറൻസ് എന്നുള്ള ആ ഒരു സംഭവമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടോളറൻസ് ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ, സീറോ ടോളറൻസ് ഓൺ ടെററിസം, വേറൊന്നിലുമില്ല. അപ്പം ആ രീതിയിലോട്ട് മാറിക്കഴിയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഈ ബിൽഡപ്പിന്റെ രൂപവും ഭാവവും മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. ഉണ്ടായി വന്നിട്ടുള്ള ബിൽഡപ്പ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ബിൽഡപ്പ് നമ്മൾ വളരെയധികം രീതിയിൽ ബിൽഡപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ ഇനി ഈ ബിൽഡപ്പിന്റെ രൂപവും ഭാഗവും മാറും എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നല്ല രീതിയിൽ ബിൽഡപ്പ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരു രാജ്യങ്ങളും ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല കാര്യങ്ങളുടെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമാണ് ഏത് രാജ്യത്തിനാണെങ്കിലും. അത് എപ്പോൾ എൻഡ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാനാണ് പ്രയാസം വരുന്നത്. അത് മനസ്സിലാക്കി അയൽ രാജ്യം പെരുമാറും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ നമ്മള് സംയമനം എന്നുള്ള ആ ഒരു നിലയിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും ലിമിറ്റഡ് ഒഫൻസീവ് നടത്തി മുന്നോട്ട് പോകുന്നത്. പക്ഷെ ആ ലിമിറ്റഡ് ഒഫൻസീവ് കൊണ്ട് കാര്യമില്ല എന്ന് നമുക്കും മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഇനിയും രണ്ടും കൽപ്പിച്ച് എന്നുള്ള രീതിയിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഇപ്പം ഉരുത്തിരിയും, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു തീരുമാനമായിരിക്കും ഇന്നുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിലെ ഒരു സാഹചര്യം, അതായത് പാകിസ്ഥാന്റെ ആഭ്യന്തരവും അതേപോലെ തന്നെ അവിടുത്തെ ഒരു സാമ്പത്തിക സ്രോതസ്സും എല്ലാം തന്നെ നമുക്കറിയാം ആ രാജ്യം എത്രത്തോളം ഉണ്ടെന്ന്. എന്നിട്ടും ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനം അതിനൊരു അന്ത്യമില്ലാതെ തന്നെ തുടരുകയാണ്. ഇന്ത്യ ഒരു കാരണവശാലും അങ്ങോട്ട് പോയി ആക്രമിക്കുകയല്ല ഉണ്ടായത്, പ്രതിരോധം മാത്രമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോഴും ആ പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയുന്നത് ശരി. നമ്മള് മറുപടി കൊടുക്കുക എന്ന് മാത്രമാണെന്നും നമ്മളുടെ സ്റ്റാൻഡിൽ നിന്നാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
നേരെ മറിച്ച് ശത്രു രാജ്യം ലോകത്തോട് വിളിച്ചു പറയുന്നത് നമ്മള് വേറെ പല കാര്യങ്ങളും ആ രാജ്യത്ത് ചെയ്യുന്നുവെന്നും അവിടെ അറ്റാക്ക് നടത്തുന്നുവെന്നും അവിടെ ആഭ്യന്തര കലാപത്തിന് ശ്രമിക്കുന്നുവെന്നും അല്ലെങ്കിൽ അതിന് പ്രേരണ നൽകുന്നുവെന്നും അതുപോലെ വാട്ടർ ഡിപ്ലോമസിയിൽ ഇന്റർഫിയർ ചെയ്യുന്നെന്നും ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അവരും പുറം ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. റിയാലിറ്റി നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വി ആർ അറ്റ് റൈറ്റ്, ദർ ഈസ് നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. പക്ഷേ ഒരു കാര്യം നമ്മൾ എല്ലായ്പ്പോഴും ഓർക്കണം, ഒരു ശത്രു രാജ്യം എത്ര ചെറുതാണെങ്കിലും എത്ര ദുർബലമാണെങ്കിലും ഒരു ഫൈറ്റിന് അല്ലെങ്കിൽ ഒരു പ്രകോപനത്തിന് മുതിരുമ്പോൾ അതിനെ ഒരിക്കലും തീരെ വീക്കായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കില്ല. അതിന്റെ പിന്നിൽ എന്തോ പ്രേരക ശക്തികളുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇല്ല എങ്കിൽ ഒരു ദുർബലമായ ഒരു രാജ്യം ഒരു 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 ഇന്ത്യയെ പോലുള്ള ഒരു പ്രബലമായ എല്ലാ രീതിയിലും അപ്രമാദിത്യമുള്ള ഒരു രാജ്യത്തിനെതിരായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ചെയ്തോ വികാരമുണ്ട്. അല്ലാതെ അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് അവരെത്തില്ല. ഞാൻ മനസ്സിലാക്കിയത് ആ തീരുമാനം 2-3 കാര്യങ്ങളിലാണ്. അവരുമായിട്ട് വളരെ നല്ല ടേംസിലുള്ള ചൈന എല്ലായ്പ്പോഴും ആശ്ലേഷിച്ച് കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചതിൽ അവർക്ക് തെറ്റുപറ്റി. പിന്നീട് അവർക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അവരുടെ വെപ്പണറി സിസ്റ്റത്തിലും അല്ലെങ്കിൽ പടക്കോപ്പുകളിലും. അവിടെയും പാളിച്ച പറ്റി. മൂന്നാമത് സ്വന്തം രാജ്യത്തു നിന്നും എതിർപ്പുകൾ ഉയരാൻ തുടങ്ങി. പക്ഷെ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ എവിടെ നിർത്തണം എന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ക്വസ്റ്റ്യൻ ആത്മാഭിമാനത്തിന്റെയാണ്. ഒരു പ്രാവശ്യം ഇത്രയും പ്രൊവോക്കേഷൻ നടത്തി ഇതൊക്കെ ചെയ്തിട്ട് വിത്തൗട്ട് എനി റീസൺ ജസ്റ്റ് മൂവ് ബാക്ക് അല്ലെങ്കിൽ ഈ ഫയർ അല്ലെങ്കിൽ ഇതെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് നിർത്തിവെക്കുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനങ്ങളോട് അല്ലെങ്കിൽ അവരുടെ സർവൈവലിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ആ രീതിയിലാണ്. അതുകൊണ്ട് ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിലെ ഒരു സാഹചര്യത്തിൽ ഈ വിദേശ രാജ്യങ്ങളുടെയൊക്കെ ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? വിദേശ രാജ്യങ്ങൾ എല്ലായ്പ്പോഴും ആദ്യം മുതൽ തന്നെ പുറമേ നിന്ന് ഇന്റർഫിയർ ചെയ്യും. പക്ഷേ ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടി വിചാരിക്കണം. ഒരു സൈഡ് മാത്രം വിചാരിച്ചാൽ വിദേശ രാജ്യത്തിന്റെ ഇടപെടൽ ഉണ്ടാവില്ല. കാര്യം വിദേശ രാജ്യങ്ങൾ ഇടപെടാമെന്ന് പറയുന്നുണ്ട്. എന്തിന്? ഒരു യുദ്ധം ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോഴാണ്. അതും ഒരു കാരണവുമില്ലാതെ അനാവശ്യ കാരണങ്ങളാൽ ഉണ്ടാവുന്ന കാര്യത്തിനാണ്, അന്യായമായിട്ടുള്ള കാര്യത്തിനാണല്ലോ അവർ ഇടപെടുന്നത്. ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇടപെടാമല്ലോ. ഇത് തികച്ചും അന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്. ന്യായമായ കാര്യമാണെങ്കിൽ വിദേശ രാജ്യങ്ങൾ ഇടപെടും, നമ്മൾ സമ്മതിക്കും. ഇവിടെ നമ്മൾ വിദേശ രാജ്യങ്ങളോട് അല്ലെങ്കിൽ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശം എന്താണ്? വാർ ഓൺ ടെറർ എന്നാണ്. അതായത് ടെററിസത്തിനെതിരായിട്ടുള്ള ഒരു യുദ്ധം അല്ലെങ്കിൽ പ്രത്യാക്രമണം. ആ പോയിന്റ് വരുമ്പോൾ ഈ ഇടപെടുന്ന വിദേശ രാജ്യങ്ങള് പല പ്രാവശ്യം ശങ്കിച്ചു നിൽക്കും. അതിന് മീഡിയേഷന് വന്ന് അല്ലെങ്കിൽ നമ്മുടെ ശത്രു രാജ്യത്തെ അയൽ രാജ്യത്തെ നെഗോഷിയേഷൻ ടേബിളിൽ കൊണ്ടുവന്നു കഴിയുന്നതിൽ ആ വരുന്ന രാജ്യത്തിന്റെ ഉദ്ദേശം എന്തെന്ന് നമുക്ക് ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യും. അവര് ഈ ഒരു കാര്യത്തില് എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത്. എല്ലാ രാജ്യങ്ങളുടെയും ആവശ്യമാണ് ടെററിസത്തിന് എതിരായിട്ട് പോരാടുക എന്നുള്ളത്. ആ പോരാട്ടത്തിൽ ഇന്ത്യയോടൊപ്പം നിൽക്കുക മനസ്സുകൊണ്ടെങ്കിലും അല്ലെങ്കിൽ എന്നുള്ള ഒരു രീതിയാണ് എല്ലാ രാജ്യങ്ങളും പുറമേയെങ്കിലും അനുവർത്തിച്ചു പോരുന്നത്. അവിടെയാണ് തുർക്കി ഒഴികെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയോടൊപ്പം നിൽക്കുമ്പോൾ ഈ അയൽ രാജ്യത്തിന് ഇങ്ങനെ ഒരു, അതായത് എലിപ്പെട്ടിയിൽ വീണ കെണിയിൽ വീണ അവസ്ഥയിലുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് മീഡിയേഷൻ ഉണ്ടാകും, നമ്മൾ വിചാരിക്കണം, നോട്ട് നൗ. അതാണ് എനിക്ക് തോന്നുന്നത്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.